വർക്കിൻ്റെ എക്സ്പ്ലനേഷനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഉദാഹരണം, ഈ പേപ്പറിൻ്റെ സർഫസിൽ ഞാൻ ഫോട്ടോ സെൻസിറ്റീവ് കെമിക്കൽ അപ്ലൈ ചെയ്തു. സെൻസിറ്റീവായിട്ടുള്ള ഈ സൈനോടൈപ്പ് കെമിക്കൽ അതിൻ്റെ മുകളിൽ ഒരു ലീഫ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഗുലറായിട്ടുള്ള സൺലൈറ്റ് ഹിറ്റാവും തോറും കളർ ചേഞ്ച് ആവും. പക്ഷേ ഈ ലീഫിൻ്റെ അടിയിൽ യാതൊരു റിയാക്ഷനും സംഭവിക്കത്തില്ല, കാരണം അവിടെ സൺലൈറ്റ് തട്ടുന്നേ ഇല്ല. ഇത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇമേജ് മാത്രം കിട്ടും. അപ്പോൾ ഞാൻ ഫെറിക് അമോണിയം സിട്രേറ്റും പൊട്ടാസ്യം ഫെറിസൈനൈഡും 1:1 എന്ന റേഷ്യോ തന്നെ മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ ഈ എക്സ്പെരിമെൻ്റ് കണ്ടിന്യൂഷൻ ഞാൻ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കിയ. അപ്പം എൻ്റെ വിൻഡോയാണ് ഇപ്പോൾ സബ്ജക്റ്റ് മാറ്റർ. അപ്പം ഇനി ഞാനത് വാഷ് ചെയ്ത് പോവാം. അപ്പം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നെഗറ്റീവാക്കി നോക്കാം. അയ്യോ, ഞാനിത് നെഗറ്റീവാക്കാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉച്ചയ്ക്ക് ശേഷം കിടന്ന് 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേക്കട്ട ആ ലൈറ്റിൻ്റെ അതേ ഒരു ഫീല് എനിക്കിതൊന്നും കൂടെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ വർക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു റിസൾട്ടാണ്. അപ്പം എനിക്ക് അതൊന്നും കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം. ഇനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഇതാണ് ആ വിൻഡോ. അപ്പം ഗിത്താറിൻ്റെ അലൈൻമെൻറ്റൊക്കെ ചെറുതായിട്ട് മാറ്റി ഇനി എക്സ്പോസ് ചെയ്യാണ്ട് അറിയാം. അനാവശ്യമായിട്ടുള്ള കെമിക്കൽസ് വാട്ടർ പോകുന്നുണ്ടോ? അപ്പം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഫസ്റ്റത്തെ ഇമേജാണോ അതോ സെക്കൻഡത്തെ ഈ വർക്കാണോ ഏറ്റവും ബെറ്റർ എന്ന് കാണാൻ. ഇനി നെഗറ്റീവ് ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ നെഗറ്റീവ് ആക്കിയത്. നിങ്ങളുടെ വ്യൂവിൽ ഏത് വർക്കാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ 2 വർക്ക് നമ്മൾ ഒന്നിച്ച് കമ്പയർ ചെയ്യാൻ പോവാം. ഇത് ആർച്ചറിൻ്റെ പേപ്പർ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഇതിൽ ഹെഡ്സെറ്റിൻ്റെ വയറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ചെയ്തായിരുന്നു. ഇതിലൊരു ഹെഡ്സെറ്റിൻ്റെ ലൈനൊക്കെ ഉണ്ടെങ്കിലും ബ്ലറാണ്. അത് ഈ ലെൻസിൻ്റെ ഫോക്കൽ പോയിൻറ്റും ഓക്കെ അല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഉറക്കത്തിൻ്റെ അതേ ഫീല് കിട്ടുന്നുണ്ട്. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കേണ്ട ജനലിൽ കാണുന്ന അതേ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഇമേജ് എപ്പോഴും കാണുന്നുണ്ട്.